ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനീ ഓടി നടക്കുന്നത് എവിടെ നിന്നാലാണ് നല്ല വെളിച്ചം ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നാട്ടിലാണുള്ളത്. നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ഇരിക്കുന്നു. അപ്പോൾ രാവിലെ ഞാനും ശരത്തേണ്ണും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാണ്. അപ്പോൾ ഡാഡിയുടെ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. കുറേ അമ്പലങ്ങളിലേക്ക് പോകാനുണ്ട്. വെയിൽ നോക്കുകയാണെങ്കിൽ കാറെടുത്ത് പോകണം എന്നൊക്കെ തോന്നുമെങ്കിലും ബൈക്കിൽ പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണല്ലേ. അപ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് വന്നത്. കുറച്ചടുത്ത് തന്നെ കുറേയേറെ അമ്പലങ്ങളുണ്ട്. ചുറ്റോടും അമ്പലങ്ങളാണ്. അപ്പോൾ ആദ്യം ഏറ്റവും അടുത്തുള്ള അമ്പലത്തിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ. നോക്കിക്കേ, ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ചയാണ് ഇഷ്ടംപോലെ പക്ഷികളും പറവകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി. ഇത് ഇടനാട്ട് ഇണ്ടളയപ്പ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ശരത്തേൻ്റെ കുഞ്ഞിലെ തൊട്ടേ ഇവിടെ എപ്പോഴും വരാറുണ്ടെന്ന് ശരത്തേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെപ്പോൾ നാട്ടിൽ വരുമ്പോഴും ഇവിടെ എല്ലാം വന്ന് തൊഴുതിട്ടാണ് തിരിച്ചു പോകാറുള്ളൂ. ശിവൻ്റെ കിരാത രൂപത്തിനെയാണ് ഇണ്ടളയപ്പ സ്വാമി എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ്, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ നെയ്വിളക്കും എണ്ണ ഒഴിച്ചിട്ടുള്ള വിളക്കൊക്കെ കത്തിക്കുന്നതൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മളും വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും അമ്പലങ്ങളിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ട് എനിക്ക് അത്രയ്ക്ക് താല്പര്യം തോന്നാറില്ല. കാരണം വെറുതെ നമ്മൾ ചീട്ട് എഴുതിപ്പിച്ച് അതിനകത്തേക്ക് കൊടുക്കും. അവർ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രസാദം നമുക്ക് തരികയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ പേരും നാളൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് നമുക്ക് പ്രസാദമൊക്കെ തന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം, ഒരു ആത്മനിർവൃത്തി എന്നൊക്കെ പറയില്ലേ, അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അകത്ത് പൂജ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ സർപ്പാക്കാവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിനും 3 വലം വയ്ക്കാമല്ലോ എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ്. പ്ലസ് നിങ്ങൾക്കൊക്കെ നമ്മുടെ നാടും പിന്നെ നമ്മുടെ നാട്ടിലെ കാഴ്ചകളും ഒക്കെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. നാടിനെ മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ചാനലിലുണ്ട്. അവർക്കൊക്കെ ഈ കാഴ്ചകൾ കാണുന്നതൊക്കെ മനസ്സിനൊരു ആനന്ദം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങി ആ 3 വലം ചുറ്റുകയും ചെയ്യാം, എനിക്കിതൊക്കെ പകർത്തുകയും ചെയ്യാമല്ലോ വീഡിയോസിൽ. നമ്മുടെ വീഡിയോസിലെ സ്ഥിരം കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചുമർ ചിത്രങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ അമ്പലത്തിൻ്റെ ചരിത്രമാണ് ഇതിലെല്ലാം വരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇണ്ടളയപ്പസ്വാമി മാത്രമല്ല ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട്, ഭദ്രകാളിയുടെ ഉണ്ട്, പിന്നെ മഹാദേവനും പാർവതി ദേവിയുമായിട്ട് ഇരിക്കുന്നതുണ്ട്, ദുർഗാ ഭഗവതിയുണ്ട്, പിന്നെ ബ്രഹ്മരക്ഷസും നാഗരാജാവും നാഗയക്ഷിയും യക്ഷിയമ്മയും ധർമ്മശാസ്താവും എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി 2 വാക്ക് ഞാൻ പറയാം. ഒരു സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പണ്ടിവിടെ വനപ്രദേശമായിരുന്നു, വനവാസികളായിരുന്നു ഈ പറയുന്ന കിരാത ശിവനെയും കാളിയെയും യക്ഷിയെയും നാഗങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെയാണ് ആ ചുമർ ചിത്രത്തിൽ കാട്ടിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലായിട്ട് മനസ്സിലാവും. സാധാരണ എല്ലായിടത്തും ശിവനല്ലേ പ്രതിഷ്ഠ വരുന്നത്. അപ്പോൾ ഇവിടെ ഇണ്ടളയസ്വാമി വരാനുള്ള കാരണം, അതായത് ആ പ്രതിഷ്ഠാ സങ്കല്പത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, മഹാഭാരത കഥ നടക്കുന്ന കാലഘട്ടത്തിൽ പാണ്ഡവരുടെ വനവാസ കാലത്ത് അർജുനന് പാശുപതം എന്ന് പറയുന്ന ദിവ്യാസ്ത്രം കിട്ടുവാൻ വേണ്ടിയിട്ട് പരമശിവനെ തപസ് ചെയ്തു. അർജുനൻ്റെ തപസ്സിൽ ശിവൻ സംപ്രീതനായെങ്കിലും അഹങ്കാരം ഇല്ലാതാക്കിയിട്ട് ഈ പാശുപത വരം നൽകൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ശിവൻ ഒരു കാട്ടാളനായിട്ടും പാർവതി ദേവി ഒരു കാട്ടാള പത്നിയായിട്ടും അർജുനൻ്റെ മുന്നിൽ വരികയും അവർ തമ്മിൽ യുദ്ധം നടക്കുകയും അതിൽ അർജുനൻ തോൽക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അർജുനന് ഇത് മഹാദേവനാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അർജുനൻ മാപ്പ് അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഭഗവാൻ പാശുപതം എന്ന ദിവ്യാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. അങ്ങനെയൊക്കെയാണ് മഹാദേവൻ്റെ കാട്ടാളവേഷത്തിലുള്ള ഈ ഭാവത്തിലുള്ള പ്രതിഷ്ഠാ സങ്കല്പമൊക്കെ ഇവിടെ വന്നത് കേട്ടോ. ഇതൊക്കെയാണ് ആ അമ്പലത്തിൻ്റെ ഒരു ചരിത്രം. അങ്ങനെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതും നമുക്ക് അടുത്ത് തന്നെയുള്ളതാണ്. ശരത്തിൻ്റെ വീടിനടുത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്തത്ര.
ഇതെടുത്ത ക്ഷേത്രക്കുളമാണ് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ബാക്കിൽ കൂടെ ആണ് കയറിയത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ വന്നത്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറുകയാണ്. ഇതും അത്യാവശ്യം വലിയൊരു സ്ഥലത്താണ് ഈ അമ്പലവും ഇരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. കാണാൻ തന്നെ ഒരു ഐശ്വര്യം. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങളിവിടെ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. നമുക്കിന്ന് അകത്തേക്ക് കയറിയാലോ? ഇട ദിവസം ആയതുകൊണ്ടും നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അധികം ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പൂജാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്വാമീനെ നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റി. ഇവിടെയും ശിവൻ തന്നെയാണ് പ്രതിഷ്ഠ കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അമ്പലത്തിനകത്ത് കയറി ഞങ്ങൾ തൊഴുതു. പിന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിടുമല്ലോ. ശിവനെ നമ്മൾ മുഴുവനായിട്ടും പൂർണ്ണമായിട്ട് ചുറ്റിടില്ല, പാതി എത്തുമ്പോൾ തിരിച്ച് നടക്കണം. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഉപദേവതകളും എല്ലാം ഉണ്ട് കേട്ടോ പ്രതിഷ്ഠയായിട്ട്. ഹനുമാൻ സ്വാമിയും ദേവിയും കൃഷ്ണനും പിന്നെ അയ്യപ്പനും ഗണപതിയും എല്ലാവരും ഉണ്ട്, സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ അർച്ചനയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദമൊക്കെ നമുക്ക് തന്നു. പിന്നെ അവിടുത്തെ ശാന്തി, അതായത് പൂജാരിയായിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ തൃശ്ശൂർ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് എന്നോട് അതൊക്കെ പറയായിരുന്നു. പണ്ട് കുഞ്ഞിലെ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ട്. ആ കഥകളൊക്കെ കുറച്ച് നേരം എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അത്രയും കാര്യമായിട്ട് പറയുന്ന കേട്ടപ്പോൾ ഞാൻ തൃശ്ശൂർ പൂരത്തിന് ക്ഷണിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. മെയ് 6-ാം തീയതി ആണല്ലോ തൃശ്ശൂർ പൂരം വരുന്നത്. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ തൃശ്ശൂർക്ക് തിരിച്ചു പോകും കേട്ടോ. തൃശ്ശൂർ പൂരം എന്തായാലും പോയി കാണണം. എനിക്ക് വെയിൽ കൊള്ളാനൊന്നും ഇഷ്ടമൊന്നുമല്ല, എന്നാലും പൂരമാകുമ്പോൾ അതൊരു ഓളമാണ്. വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും അതൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ വന്നിട്ട് തൃശ്ശൂർ പൂരം മിസ് ചെയ്യാനായിട്ട് പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ മമ്മി പൂരിയും കറിയും ഉണ്ടാക്കിയിട്ടിരുന്നു. പൂരി നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് മേടിച്ചതാണ്, പക്ഷെ നല്ല പൂരിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാക്കറ്റിനകത്ത് ഇത്രയധികം പൂരി കാണുന്നത്. സാധാരണ 10 ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് 10-40 പൂരി അങ്ങോട്ട് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ ഒരു പാക്കറ്റ് വാങ്ങിച്ച് നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. ഇന്ന് നമുക്ക് വീട്ടിൽ കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഉച്ച നേരമൊക്കെ ആവാനായിട്ട് പോകണം. ഒരു 12 മണിയൊക്കെ സമയമാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ആറാട്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ നിന്നായിരിക്കും നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ. അമ്പലത്തിൽ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. വീട്ടിൽ വന്ന് ഒരു 1-1.5 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും തന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടുപ്പെല്ലാം മാറിയിട്ടതാണ്, പിന്നെ എടുത്തിട്ടു. പിന്നെ വേറെ മാറാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇത് തന്നെ എടുത്തിട്ടത്. അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കാരണം കൊണ്ട് കാറെടുത്ത് പോകാമെന്ന് പറയായിരുന്നു ശരത്തേട്ടൻ. അപ്പോൾ തനുക്കുട്ടിയൊക്കെ അതേ റെഡി മണിയായിട്ട് ഇരിപ്പുണ്ട്, പോവാണെന്നാണ് അവൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് അമ്പലത്തിൽ പോകാനോ ഇതിനൊക്കെ ഇഷ്ടമാണ്. കാലത്ത് അവരെ ഇത്ര നേരത്തെ എണീപ്പിച്ച് കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകാഞ്ഞത് കേട്ടോ. ഞാൻ ശരത്തേട്ടനാകുമ്പോൾ വേഗം ആ ചെറിയ വണ്ടിയിൽ വേഗം പോയിട്ട് വരാമല്ലോ. അപ്പം ഇതാണ് ചെറുപാറക്കാവ് ദേവി ക്ഷേത്രം. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഊട്ടിന് സാമ്പാർ, പിന്നെ പുളിശ്ശേരി, അവിയൽ, തോരൻ, അച്ചാർ, പപ്പടം ഇതൊക്കെയാണ് വിഭവങ്ങളായിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൽ പായസവും ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ കുറേ പേര് സ്റ്റേജിൽ കയറി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിൽ വരുന്ന അന്നം കഴിക്കാൻ വരുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പാട്ടും. പിന്നെ നാട്ടിലുള്ളവർക്കൊക്കെ ഈ കലാവാസനയൊക്കെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നല്ലതല്ലേ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അത് കണ്ട വശം തനുക്കുട്ടി പറഞ്ഞു എനിക്കും അമ്പലത്തിൽ സ്റ്റേജിൽ കയറി നിന്ന് പാടണമെന്ന്. അത് പറയല്ല, അവൾ ഊണും കഴിച്ച് പാടാനായിട്ട് പോയി.
എൻ്റെ മോളായതുകൊണ്ട് പറയല്ല, അപാര ധൈര്യക്കാരിയാണ് അവൾ. ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവൾക്ക് മലയാളം പാട്ട് അറിയേയില്ല. അവൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് പാട്ട് ഏതാണോ അത് അവൾ അവിടെ പോയി തകർത്ത് പാടിയിട്ട് തിരിച്ചു വന്നു. യാതൊരു പേടിയും ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു സ്റ്റേജ് ഫിയറോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അത്രയും ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഐസ്ക്രീംകാരൻ ഇവിടെ കുറ്റിയടിച്ചോണം നിൽപ്പാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ബന്ധുക്കൾക്കും നമ്മൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഐസ്ക്രീം ഞങ്ങൾ മേടിച്ചു. എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചില്ല എന്ന് മാത്രം. എല്ലാവർക്കും ഇപ്പോൾ വീഡിയോയിൽ വരാനൊന്നും താല്പര്യം കാണിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നതേ ചക്കയുടെ ഐസ്ക്രീമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ദേവീക്ഷേത്രം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ രാത്രിയൊക്കെ പൂരവും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഉച്ച സമയത്ത് ഇപ്പോൾ അകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ അകത്തേക്കൊന്നും കടക്കാഞ്ഞത്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ അകത്തേക്കൊന്നും പോവില്ലല്ലോ. അപ്പോൾ ഇനി വൈകുന്നേരം ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, വൈകുന്നേരം ഇതിൽ കൂടെ എഴുന്നള്ളത്ത് പോവും. അപ്പോൾ നമുക്ക് പറയൊക്കെ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ വീടിന് ചുറ്റും കുറച്ച് ചിരാതകൾ നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും കത്തിച്ചില്ല, കാരണം ഇവിടെ എപ്പോഴും വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല മഴക്കോളാണ്. അപ്പോൾ ഇത് ആറാട്ട് ദിവസം കൂടി ആയ കാരണം കൊണ്ട് എന്തായാലും മഴ പെയ്യും. കഴിഞ്ഞ വർഷമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇച്ചിരി ചിരാത് മാത്രമേ കത്തിച്ചുള്ളൂ. ആ സമയത്ത് തന്നെ ചെറുതായിട്ട് മഴ പൊടിയായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എഴുന്നള്ളത്തുണ്ട് ആനപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ താനുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൾ പറയായിരുന്നു അവൾക്കും ആനപ്പുറത്ത് കയറണമെന്ന്. അപ്പോൾ അവളൊരു ഡാൻസൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് എന്തൊക്കെയോ ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറ വയ്ക്കുന്നുണ്ട് വീട്ടിൽ. എല്ലാ വീട്ടിലും ഒരുവിധം പറയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇവിടെയുള്ളവരൊക്കെ. അപ്പോൾ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ പറ വയ്ക്കുന്നതൊക്കെ കാണുന്നത്. നമ്മുടെ മക്കളാണെങ്കിൽ അശേഷവും കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്ക് ഈ പറ വയ്ക്കൽ എന്താ, എഴുന്നള്ളത്ത് എന്താ, ആറാട്ട് എന്താ, ഉത്സവം എന്താ എന്നൊന്നും യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അവരാകെ കൂടി കണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരത്തിനാണെങ്കിൽ ആനേനെ പോയിട്ട് ആനയുടെ മൂട് പോലും കാണാൻ പറ്റില്ല ഈ ജനത്തിരക്കിനിടയ്ക്ക്. എന്നാൽ അവർ കണ്ടിട്ടൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മമ്മിക്ക് ടെൻഷനായിരുന്നു, നമ്മുടെ വീട്ടിലത് തീരുന്നതിന് മുന്നേ മഴ അങ്ങനെ പെയ്യുമോ, ഇതെല്ലാം കെടുവോ, നമ്മൾ ഈ പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ട് എല്ലാം വെള്ളത്തിലാവോ എന്നൊക്കെ ടെൻഷനായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഒന്നും തന്നെ ഉണ്ടായില്ല. നല്ല ഭംഗിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു. ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്തും കുഞ്ഞുങ്ങൾ ഇവിടെ ഉള്ള കാരണം കൊണ്ടാണ് മമ്മി ഇതെല്ലാം ചെയ്തത് കേട്ടോ. കാരണം അവരെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളതൊക്കെ മമ്മിക്ക് ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താലപ്പൊലിയൊക്കെ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഒരു 7-7:30 മണിയായപ്പോൾ താലപ്പൊലി ഇതേ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അമ്പലത്തിൽ നിന്നാണ് തുടങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒത്തിരി സ്ത്രീകളും കുട്ടികളും ഇങ്ങനെ സെറ്റും മുണ്ടൊക്കെ എടുത്ത് നല്ല ഭംഗിയിൽ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി സെറ്റും മുണ്ടൊക്കെ എടുത്ത് ഇവർ കൂട്ടത്തിൽ അങ്ങ് പോവായിരുന്നു എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ സെറ്റും മുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മിക്കും വയ്യാണ്ടിരിക്കില്ല, അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പിന്നെ പോവാഞ്ഞത് കേട്ടോ. അപ്പം ദേ പിക്കുമോനെ കൊണ്ടാണ് ഇവിടെ പറ എടുപ്പിക്കുന്നത്, അതായത് കൊടുക്കുന്നത്. അപ്പോൾ അവനെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ദേ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് വരുന്നതാണ് ദേവിയുടെ. സാധാരണ ആറാട്ട് നടക്കാറുള്ളത് ഇതിന് മുന്നത്തെ മാസത്തിലൊക്കെ ആയിരുന്നു അത്രേ. പിന്നെ കുട്ടികൾക്ക് എക്സാമും, ഈ അമ്പലത്തിനടുത്തൊരു സ്കൂളുണ്ട്, അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് എക്സാമും ഇതിൻ്റെ ബഹളം, ഇത് ഒരുപാട് ദിവസങ്ങളൊക്കെ പ്രോഗ്രാംസൊക്കെ ഉള്ള കാരണം കൊണ്ട് അത് മാറ്റി ഈ ഒരു മെയ് മാസത്തിലേക്ക് ആക്കിയത് എന്നാണ് മമ്മി പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ പറ വെക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെല്ലും അരിയും ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പിക്കുവിനെ കൊണ്ട് ദേ ചെയ്യിപ്പിക്കുകയാണ്. പിക്കു അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അവനത് എടുത്ത് പൊന്തിക്കാനുള്ള ശക്തിയില്ലല്ലോ. അതുകൊണ്ട് ബാക്കി ശരത്തേട്ടനാണ് അതെല്ലാം പൊന്തിച്ച് പറയ്ക്ക് അകത്തേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. എന്തായാലും മഴ പെയ്തില്ല, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. പിന്നെ ആനേനെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ദേവി നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളുന്നു എന്നൊക്കെയാണ് സങ്കല്പം. ദേവിയുടെ കോലം വെച്ചിട്ടുള്ള രൂപം എന്ത് കണ്ടോ, ആനപ്പുറത്ത് ഇരിക്കുന്നത് അതാണ് ദേവി. നല്ല താമരമാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആനേനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു.
ചെവിയൊക്കെ ആട്ടി ഇതാ പുല്ലും പട്ടയും പഴമൊക്കെ തിന്ന് നല്ല മിടുക്കനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗവും അതുപോലെ തന്നെ പേടിയുള്ളൊരു മൃഗവും ആനയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്ന ന്യൂസുകളെല്ലാം ഈ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേൾക്കുന്ന ന്യൂസുകളെല്ലാം നെഗറ്റീവ് നിറഞ്ഞതാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ ഭയം. അതുകൊണ്ട് കുട്ടികളെ ആനയുടെ അടുത്തേക്കൊന്നും വിട്ടില്ലായിരുന്നു. അവർക്ക് തനുക്കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ ആനേനെ കാണുമ്പോൾ. അവൾക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് അതിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വിട്ടില്ല. എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ പറവയ്ക്കലൊക്കെ ഭംഗിയായിട്ട് നടന്നു. അവർ തന്നെയാണ് നെല്ലൊക്കെ കൊണ്ടുവരുന്നത്. അവർ തന്നെ അത് നമ്മളെ കൊണ്ട് ഇടിയിപ്പിച്ച് അവർ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോവും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോവും. അപ്പോൾ തനുക്കുട്ടീനെ ഞാൻ മതിലിൻ്റെ മേലെ ഇരുന്നിട്ട് ഞാൻ ആനേനെ കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ, അവളുടെ ഒരു സന്തോഷത്തിന്. അവൾ അപ്പം തന്നെ ഞാൻ മതിലും വന്ന് ചാടി ആനപ്പുറത്ത് കയറാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ അച്ചച്ചൻ വിളിച്ചിട്ട് പിന്നീട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കൊരു സമാധാനമായിട്ടോ. അവളുടെ അച്ചച്ചൻ പറഞ്ഞാൽ പിന്നെ അവൾക്ക് അതൊരു വിശ്വാസമാണ് കേട്ടോ. അച്ചച്ചനോട് അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അച്ചച്ചൻ്റെ മോളാണ് കേട്ടോ അവൾ. അത് കണ്ടില്ലേ, എപ്പോഴും അച്ചച്ചൻ്റെ കൂടെയായിരിക്കും. അച്ചച്ചനെ എടുക്കും, കൊണ്ട് നടക്കുകയും പുറത്ത് കൊണ്ടുപോവുകയും കറങ്ങാൻ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യും. അവൾ അച്ചച്ചനായിട്ട് ഭയങ്കര സീക്രട്ടാണ് കേട്ടോ. അവർ തമ്മിൽ എന്തൊക്കെയാണ് പറയണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. തനുക്കുട്ടി പറയുന്നതിനപ്പുറത്തേക്ക് അവളുടെ അച്ചച്ചന് വേറെ ഒന്നുമില്ല കേട്ടോ. അവൾ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കും. അവളെ ഒന്ന് വഴക്കും അറിയാൻ പോലും നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അച്ചച്ചനോട് കംപ്ലൈൻറ്റ് പറഞ്ഞ് അച്ചച്ചൻ വന്ന് അത് ചോദിക്കുകയും ചെയ്യും. പറവയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഉമ്മറത്തിരുന്ന് വർത്താനം പറയലൊക്കെ ആയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.